വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. വിശ്വാസനാടെ നോക്കി വേഗമോടിടാം, വേഗമോടിടാം, നാം വേഗമോടിടാം. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമുക്കിവിടെ നിലനിൽക്കും നഗരമില്ലല്ലോ, നമുക്കിവിടെ നിലനിൽക്കും വീടില്ലല്ലോ. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. നമ്മുടെ വീട് ആ നിത്യമാം വീട് വാനാലോകത്തില്. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 29 അധ്യായം 2 വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. അയ്യോ, പണ്ടത്തെ മാസങ്ങളെപ്പോലെ, ദൈവം എന്നെ കാത്തുപോന്ന നാളുകളെപ്പോലെ ഞാൻ ആയെങ്കിൽ കൊള്ളായിരുന്നു എന്ന വാക്യമാണ്. പണ്ടത്തെപ്പോലെ, ഇന്നലകളെപ്പോലെ സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങളും നന്മകളുമൊക്കെ അനുഭവിച്ച ആ കാലഘട്ടം പോലെയുള്ള ഒരു കാലത്തിലേക്ക് എൻ്റെ ദൈവം എന്നെ പിന്നെയും ഒന്ന് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന ഒരു ഭക്തൻ്റെ വാക്കുകളാണ്. ഇയ്യോബ് ഭാര്യയും കുഞ്ഞുങ്ങളുമായി ഏറ്റവും സന്തോഷത്തോടെ ആനന്ദത്തോടെ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ ആഴമായി വേട്ടയാടുമ്പോൾ, മാത്രമല്ല ഇന്ന് താൻ അനുഭവിക്കുന്നതായ രോഗങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, നിന്ദകൾ, പഴികൾ, പരിഹാസങ്ങൾ, ചോദ്യങ്ങൾക്കുത്തരം പറയാൻ കഴിയാത്ത അവസ്ഥകൾ, അങ്ങനെയൊക്കെയുള്ള മണ്ഡലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തോട് ഇയ്യോബ് പറയുകയാണ്, ദൈവമേ, എനിക്ക് പണ്ടത്തെ പോലെ ഒരു നാൾ ലഭിച്ചിരുന്നെങ്കിൽ എത്രയോ സന്തോഷമായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഇസ്രായേൽ മക്കൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. വിലാപങ്ങളുടെ പുസ്തകം 5 അധ്യായം 21 വാക്യത്തിൽ പറയുന്നു, യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കിലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. ദൈവത്തിങ്കൽ നിന്ന് അകന്നുപോയ ഇസ്രായേൽ മക്കൾ, ദൈവത്തോട് പാപം ചെയ്ത ഇസ്രായേൽ മക്കൾ കഠിനമായ ശോധനയുടെയും വേദനകളുടെയും നടുവിലൂടെ കടന്നു പോവുകയാണ്. ആ വേദനാജനകമായ യാത്രയിൽ ഇസ്രായേൽ മക്കൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് പറയുകയാണ്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ ഒന്ന് മടക്കി വരുത്തുകയും കഴിഞ്ഞ കാലഘട്ടങ്ങളെപ്പോലെ സമാധാനമുള്ള, സന്തോഷമുള്ള, സൗഖ്യമുള്ള, അനുഗ്രഹീതമായൊരു ജീവിതകാലത്തിലേക്ക് ഞങ്ങളെ ഒന്നുകൂടി മടക്കി വരുത്തേണമേ എന്ന് ആഴമായി പ്രാർത്ഥിക്കുകയാണ്. ഇതേ നിലയിലുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് ഭക്തനായ ഇയ്യോബിൻ്റെ പ്രാർത്ഥന. താൻ പാപം ചെയ്തിട്ടല്ല കഷ്ടതയുടെ നടുവിലൂടെ കടന്നു പോകുന്നത്, ഇത്രമാത്രം ശോധന നിറഞ്ഞ ജീവിത പശ്ചാത്തലത്തിലൂടെ കടന്നു പോകുന്നത്. ആ ഭക്തനും ആഗ്രഹിക്കുകയാണ്, എന്തുകൊണ്ടാണ് എൻ്റെ സ്ഥിതി ഇങ്ങനെയായത്? എനിക്കൊരു മടങ്ങി വരവുണ്ടോ? എനിക്ക് ഇന്നലകളെപ്പോലെ ഒരു നല്ല കാലമുണ്ടോ എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും സൃഷ്ടിതാവിനോട് ചോദിക്കുകയും ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ തിന്മകൾ, പാപങ്ങൾ ദൈവത്തെ വിട്ട് നാം കടന്നുപോയതുമാകാം. നമ്മുടെ ജീവിതത്തിലെ തകർച്ചകളുടെയും നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും നടുവിലെ ഒരു കാരണം. അങ്ങനെയെങ്കിൽ നാം ദൈവത്തോട് പറയണം, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ മടക്കി വരുത്തണമേ, പണ്ടത്തെ പോലെയുള്ള സന്തോഷമുള്ളൊരു കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന കേട്ട് ദൈവം നമ്മുടെ അവസ്ഥകൾ, സ്ഥിതികൾ മാറ്റുക തന്നെ ചെയ്യും എന്നോർപ്പിക്കുകയാണ്. അല്ല, നമുക്ക് നമ്മിൽ തന്നെ കുറ്റങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ ദൈവം കൊണ്ടുവന്നിരിക്കുന്ന ചില പ്രതിസന്ധികളെന്ന് തിരിച്ചറിഞ്ഞ്
ഈ സ്ഥിതി മാറി ഇന്നലകളെപ്പോലെ ഒരു നല്ല കാലത്തിലേക്ക് എന്നെ മടക്കി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഇയ്യോബിൻ്റെ സ്ഥിതി മാറ്റി വീണ്ടും ഇയ്യോബിനെ മടക്കി വരുത്തിയ ദൈവം നമ്മെയും മടക്കി വരുത്തുവാൻ കഴിവുള്ള ദൈവമെന്ന് വിശ്വസിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ആ ദിവസത്തിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, പണ്ടത്തെ പോലെയുള്ള ഒരു നല്ല കാലം, ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾ മാറുന്നൊരു കാലം, കടഭാരങ്ങൾ, നിന്ദകൾ, പടികൾ, പരിഹാസങ്ങളൊക്കെ മാറുന്നൊരു കാലം ഞങ്ങൾക്ക് വച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി. ആ ദിവസം വരെയും ഞങ്ങൾക്ക് കാത്തിരിപ്പാൻ ശക്തരാക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.